സന്തോഷം പോലും വെറും ആർട്ടിഫിഷ്യൽ ആണെന്ന് ഞാൻ തുറന്നു പറയുന്നു. അതിനകത്തൊന്നും ഒരു ഒരു ഒറിജിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആയിരുന്നില്ല. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഈ ഇടത് സൈഡിലെ കണ്ണിന് ചെറുതായിട്ട് കാഴ്ചക്കുറവുണ്ടോ എന്നൊരു സംശയം ഇല്ലാത്തൊരവസ്ഥ. ഇവിടെ ഇങ്ങനെ ആരെങ്കിലും ഒരു കൈ കാണിച്ചാൽ അത് കാണുന്നില്ല എന്നൊരവസ്ഥയാണ്. ഫ്ലാഷ് ലൈറ്റ് അടിച്ചാൽ കാണാം എന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊരു അനക്കവും ഈ കണ്ണിലില്ല എന്നുള്ളതാണ്. ഹലോ, ഇവിടെ മുമ്പോട്ട് നൽകിക്കൊണ്ട് പോണേ, മുമ്പോട്ട് നൽകിക്കൊണ്ട് പോണേ. ഹായ്, കുറെ നാളായില്ലേ നമ്മളിങ്ങനെ കണ്ടിട്ട്. കുറേ വിശേഷങ്ങൾ നമ്മളോട് പറയാനുണ്ട്, പറയാം. ഇപ്പം ഇവിടെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം എന്താ പറയുക, ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു, ബിരിയാണി. അപ്പോൾ ഏതായാലും ഞാൻ ഇത് കഴിച്ചിട്ട് വരാം. അപ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനെ കൂട്ടാൻ പോകുന്നതും അച്ഛൻ വന്നതൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ? ഇപ്പോൾ ഓടി വന്നു. ഓക്കെ, അപ്പോഴേക്കും ഞാനിത് കഴിച്ചിട്ട് പറയാനുള്ളതായിരുന്നു. ഓക്കെ, വെള്ളം ഉണ്ട്. യെസ് യെസ് യെസ്. ഹലോ, ഇവിടെ മുമ്പോട്ട് നൽകിക്കൊണ്ട് പോണേ, മുമ്പോട്ട് നൽകിക്കൊണ്ട് പോണേ. ഹലോ, ബാക്കി രണ്ടും പറയും. നോക്കണേ നോക്കണേ, ഇത് ചാടല്ലേ, ചാടരുത് ചാടരുത്. ഒരു മിനിറ്റ് ചാടല്ലേ ചാടല്ലേ ചാടല്ലേ. അപ്പം അച്ഛൻ വന്നിട്ടില്ലേ. ഇപ്പം എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ന്യൂ ഇയറിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ വീഡിയോയിൽ എൻ്റെ സന്തോഷം പോലും വെറും ആർട്ടിഫിഷ്യൽ ആണെന്ന് ഞാൻ തുറന്നു പറയുന്നു. അതിനകത്തൊന്നും ഒരു ഒരു ഒറിജിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആയിരുന്നില്ല. ഇപ്പോഴും ഞാൻ അത്ര ഒരു ഹാപ്പി അല്ല, മനസ്സിൽ ഉള്ളിൽ ഞാൻ അത്ര ഹാപ്പിയല്ല. തുറന്നു തന്നെ ഞാൻ പറയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 31-ാം തീയതിയാണ് ഈ ഞാൻ ആ വീഡിയോ എടുക്കുക. അന്ന് തന്നെയാണ് നിങ്ങൾ ആ ന്യൂ ഇയർ വീഡിയോയ്ക്ക് മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പോട്ടുള്ള ഞാനും അച്ചുവും കൂടെ ലുലു മാളിൽ പോയി ചിക്കനൊക്കെ കഴിക്കുന്ന കോസ്റ്റ് കട്ടിങ്ങിനൊക്കെ പറഞ്ഞ് ചെയ്ത വീഡിയോ, അത് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ക്രിസ്മസിനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിട്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഈ ഇടത് സൈഡിലെ കണ്ണിന് ചെറുതായിട്ട് കാഴ്ചക്കുറവുണ്ടോ എന്നൊരു സംശയം. ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു 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 മഞ്ഞ് പാളി പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ഗ്ലാസ്സിൽ കോട വീണിട്ടുണ്ടെങ്കിൽ കോട നമ്മുടെ ഈ കാറിന് ഗ്ലാസ്സിൽ പിടിച്ചിട്ട് നമ്മൾ കാണുമ്പോൾ എങ്ങനെയോ അങ്ങനെയാണ് എനിക്കിതിൽ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ അതുപോലും ഇല്ലാത്തൊരവസ്ഥ. ഇവിടെ ഇങ്ങനെ ആരെങ്കിലും ഒരു കൈ കാണിച്ചാൽ അത് കാണുന്നില്ല എന്നൊരവസ്ഥയാണ്. ഫ്ലാഷ് ലൈറ്റ് അടിച്ചാൽ കാണാം എന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊരു അനക്കവും ഈ കണ്ണിലില്ല എന്നുള്ളതാണ്. അപ്പം ഇത് ക്രിസ്മസിന് മുമ്പ് എനിക്കൊരു സംശയമുണ്ട്, കാണുന്നില്ലേ. പക്ഷെ നമ്മളിങ്ങനെ ഈ കണ്ണിങ്ങനെ അടച്ചു പിടിച്ച് നോക്കിയാലല്ലേ നമുക്കത് കറക്റ്റ് മനസ്സിലാവും. അപ്പം ഞാനത് നോക്കിയില്ല, സംശയമായിരിക്കും, അല്ലെങ്കിൽ കാഴ്ചക്കുറവുള്ളതാണ് തോന്നുന്നു എനിക്ക്. ഇതൊക്കെ ഞാനങ്ങ് വിട്ടു. പിന്നെ ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിലോട്ട് പോയപ്പോഴാണ് അതിൻ്റെ അബദ്ധം എനിക്ക് മനസ്സിലായത്. ഞങ്ങൾ അതിന് മുമ്പ് ഷെയർനൈസിൽ സിനിമ കാണാൻ പോയിരുന്നു. അപ്പോഴും എനിക്ക് അങ്ങനെ മനസ്സിലായില്ല, ശ്രദ്ധിച്ചില്ലേ. ലുലുവിൽ നമ്മളിങ്ങനെ നടക്കുമല്ലോ, അപ്പം ഒരു ചേട്ടനെ പോയി തട്ടി, വേറൊരു ചേച്ചിനെ പോയി തട്ടി. പിന്നെ നോക്കുമ്പോൾ ഇവരിങ്ങനെ വരുന്നൊന്നും ഞാൻ കാണുന്നില്ല. മറ്റൊരു അനക്കം പോലെ എന്തോ കാണായിരുന്നു, ഇപ്പം ഒന്നും കാണുന്നില്ല. അങ്ങനെ കണ്ണടച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് പോയി എന്ന് മനസ്സിലാവാതെ ആകെപ്പാടെ ടെസ്റ്റായി. എന്ത് ചെയ്യണം എന്നറിയില്ല. ഒന്നും പറയാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു മോശം ഒരവസ്ഥയിൽ കൂടി ഞാൻ കടന്നു. പിന്നെ ഞങ്ങളുടെ കോളേജിലുള്ള ഒരു മെൻറ്ററുണ്ട്. മാമിനോട് ഇങ്ങനെയാണ് കാര്യങ്ങൾ, എന്ത് ചെയ്യണം എന്നറിയില്ല. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ, അവരൊക്കെ എനിക്ക് മാസീവായിട്ട് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടാണ് തന്നെ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ചേച്ചിയെക്കുറിച്ച്, ചേച്ചി, അച്ഛൻ, അമ്മ,
എല്ലാവരും വളരെ നല്ല ഒരു സപ്പോർട്ടാക്കി തന്നെ. അപ്പം ഇപ്പോഴും ഞാൻ ഇതുവരെ ഓവർകം ചെയ്തിട്ടില്ല. കാരണം അറിയാലോ, ഇത്രയും നാൾ ഈ സൈഡ് കാണാമായിരുന്നു. ഈ സൈഡ് ഇത്ര നാൾ കാണായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഒരു ശൂന്യതയാണ് ഈ സൈഡിൽ. എന്താ നടക്കണമെന്ന് അറിയില്ല, എന്താ നടക്കണമെന്ന് അറിയില്ല. ഒരു കൺഫ്യൂഷൻ. ഇപ്പം നമ്മൾ ഈ സൈഡ് ഈ മൂക്കിന്റെ ഇവിടെ കൊണ്ട് നമുക്ക് ഇത്ര ഭാഗം കാണാം, ഇത്ര ഭാഗം ഇങ്ങോട്ട് നമുക്ക് സൈഡിൽ അതാണെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പം നമ്മളൊരു ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഫീലാണ്. അപ്പം നമ്മളിടയ്ക്ക് ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു, പുറത്തിരിക്കുകയാണെങ്കിലും എവിടെയെങ്കിലും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു, ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ പോലെ. അതുപോലെ ക്രൗഡിനെയൊക്കെ കാണാൻ ഒരു ഉൾഭയം പോലെ ഉള്ളൊരു തോന്നലൊക്കെ. ഇതൊക്കെയാണ് ഇത്തരം ഒരു അവസ്ഥയോടെ കടന്നു പോകുന്നതൊക്കെയാണ് ഇത്രയും ദിവസം വീഡിയോസോ കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത്. ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ പറഞ്ഞില്ല, ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. അച്ഛനും അമ്മയും ഈറോഡ് പോയിരുന്നു കല്യാണത്തിന്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പം നാളെ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ കുറേ പ്ലാനിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ. ഒന്നും നടന്നില്ല അല്ലേ. എന്തായാലും ഇനി മുമ്പോട്ട് പോകണം, മൂവ് ഓൺ ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമ്മളൊക്കെ മനുഷ്യരല്ലേ അല്ലേ. വീണുപോയി, തളർന്നുപോയി, വീണുപോയി എന്ന് പറഞ്ഞാൽ സത്യമാണ്. കാരണം ഒരു വലിയ വീഴ്ചയാണ്. ഇനിയിപ്പം ഇവിടെ കിട്ടൂലേ എന്നും എനിക്കറിയില്ല. എന്താണ് അതിൻ്റെ മുൻപോട്ടുള്ള പോക്കുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ ഒരു അവസ്ഥയിൽ, അതായത് ഈ ഒരു കണ്ണിന് ഇല്ല, ഇനി റൈറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ എന്നൊരവസ്ഥയായിട്ട് മാക്സിമം ഞാൻ പൊരുത്തപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു ശ്രമത്തിലാണ്. അതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്ര നാളായിട്ടും വീഡിയോസ് ഒന്നും ഇല്ലാതിരുന്നത്. ഇനി എന്തായാലും വീഡിയോസൊക്കെ ഇട്ട് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാനൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറല്ലേ. അപ്പോൾ എൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസ്, അതായത് ഉയർച്ചകളും താഴ്ചകളും നിങ്ങളെ അറിയിച്ച് തന്നെ മുമ്പോട്ട് പോകണം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു മടിയും കൂടാതെ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ട് ഇത്രയും ദിവസം പറഞ്ഞില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നിങ്ങളോടൊക്കെ വന്നിരുന്നെന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെങ്കിൽ എനിക്ക് അതിനുള്ളൊരു മാനസികാവസ്ഥ വേണമല്ലോ, ശരിയല്ലേ. ഞാൻ നിങ്ങളോട് ഇതൊക്കെ വന്നിങ്ങനെ പറയണമെങ്കിൽ അതിന് ഞാൻ മാനസികമായിട്ടൊന്ന് തയ്യാറാവണമല്ലോ. അപ്പം അതിനുള്ളൊരു സമയം ഞാൻ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോഴും പൂർണ്ണമായിട്ട് ഓക്കെ ആയിട്ടില്ല, എന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാനുള്ളൊരു മനക്കെട്ടി ആയിട്ടുണ്ടെന്ന് സാർ. അപ്പോൾ ഏതായാലും നമുക്ക് തുടർന്നുള്ള വീഡിയോസിലൊക്കെ കാണാം. തൽക്കാലം ഈ വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം.